മന്ത്ര ടെക്കിലേക്ക് ഹൃദ്യപൂർവ്വം ഏവരും സ്വാഗതം ചെയ്യുന്നു. എന്താണ് ടാസ്ക് മന്ത്രയിലേക്ക് രജിസ്റ്റർ ചെയ്ത് ആക്റ്റീവ് ടാസ്ക് പാർട്ട്ണറായി കടന്നു വരാനുള്ള യോഗ്യത എന്ന് നമുക്ക് ഈ ലെസണിലൂടെ കാണാം. ആർ യു ഏജിബിൾ? എന്ത് ഏജിബിലിറ്റിയാണ് ഒരു സ്ത്രീക്ക് ടാസ്ക് മന്ത്രയിലേക്ക് കടന്നു വരാൻ വേണ്ടത്? ഒന്നാമത്തേത്, അവർ ഒരു സ്ത്രീ ആയിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ KYC വെരിഫൈഡായ അല്ലെങ്കിൽ KYC അപ്രൂവലായ ഒരു സ്ത്രീ ആയിരിക്കണം. അതായത് ആധാറും വോട്ടർ ID ഒക്കെ ഉണ്ടായിരിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അവർക്ക് നല്ലൊരു കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. സ്മാർട്ട് ഫോൺ, ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. മൂന്നാമതായി ടാസ്ക് മന്ത്ര ചോദിക്കുന്നത് ഡിജിറ്റൽ സ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ സ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. ചിലരുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ സർട്ടിഫിക്കറ്റ് എന്ന് നമുക്കിനി കാണാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്, ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ SMC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. ഹോട്ട്സ്യൂട്ട് അക്കാദമിയുടെ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന SMC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ടാസ്ക് മന്ത്രയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് കടന്നു വരാം. ഇനി രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ODFM PC എന്ന സർട്ടിഫിക്കറ്റാണ്. അത് യൂണിവേഴ്സിറ്റി ഓഫ് വെർമോണ്ടിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ PCDM, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ്റെ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി നമുക്കിവിടേക്ക് രജിസ്റ്റർ ചെയ്ത് കടന്നു വരാൻ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ മൂന്നിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇവയൊന്നുമില്ല, ഇനി എനിക്കിതിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റത്തില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ടാസ്ക് മന്ത്ര കമ്പനി ഇൻ്റർനെറ്റ് ആർബിറ്റുമായിട്ട് ടൈപ്പ് ആയിക്കൊണ്ട് DSAT എന്ന് പറഞ്ഞ ഡിജിറ്റൽ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് എഴുതിയാൽ എന്താണ് നമുക്കുള്ള ഗുണം എന്ന് ചോദിച്ചാൽ ഈ സൈറ്റിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ആക്റ്റീവ് ടാസ്ക് പാർട്ണറാകാം. എന്താണ് ഡിജിറ്റൽ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സോഷ്യൽ മീഡിയ അറിയാം, അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നോളജ് ഉണ്ട്. നമ്മുടെ കഴിവിനെ അളക്കുക എന്നതാണ്. യൂട്യൂബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇൻസ്റ്റഗ്രാം എന്താണെന്നറിയാം, ഫേസ്ബുക്ക് എന്താണെന്നറിയാം, അത്യാവശ്യം ഗൂഗിളിനെ കുറിച്ച് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിജിറ്റൽ നോളജ് ഉണ്ടോ എന്ന് ടാസ്ക് മന്ത്ര ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്, ഓൺലൈൻ ടെസ്റ്റാണ് DSAT. DSAT ടെസ്റ്റിൽ 25 ക്വസ്റ്റ്യനാണ്, 30 മിനിറ്റാണ് ടെസ്റ്റ് ടൈം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഈ ടെസ്റ്റ് എഴുതാം എന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റിന് നമ്മൾ 1000 രൂപ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആവും. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഈസി ആയിട്ട് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയുടെ ഭാഗമാകാം, ആക്റ്റീവ് ടാസ്ക് പാർട്ണറായി മാറാം എന്നതാണ്. അപ്പം ഇതാണ് ടാസ്ക് മന്ത്രയുടെ DSAT ടെസ്റ്റ്. ഇവിടെ ഇനി നിങ്ങൾ കാണുന്നത് ഹോട്ട്സ്യൂട്ട് അക്കാദമിയുടെ സൈറ്റാണ്. അവിടെയും ഈ ഡിജിറ്റൽ സ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണം. ആ കോഴ്സ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് എന്ന് നോക്കിയാൽ ആ കോഴ്സിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 16,708.90 ഇന്ത്യൻ റുപ്പീസ്. അതായത് USA ഡോളറിൽ വരുമ്പോൾ $199 വരുന്നത്. അപ്പം അവിടെയും ഇതെല്ലാം ഡിജിറ്റൽ സ്കില്ലിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് തികച്ചുള്ളത്. അപ്പോൾ ഓരോ അക്കാദമിക്കും അതിൻ്റേതായ പ്രൈസ് ഉണ്ട്. അപ്പം ആ പ്രൈസിൽ നമ്മൾ കടന്നു വന്ന് കോഴ്സുകൾ പാസ്സായി പഠിച്ചെടുത്ത്
നമ്മളത് പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ പറ്റുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ആ കോഴ്സുകൾ എടുക്കുമ്പം പല മേഖലകളിലേക്ക് പോകാം. ഇത് ഇൻ്റർനാഷണൽ കമ്പനികളാണ്, ഹോട്ട്സ്യൂട്ട് അക്കാദമി, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെർമോണ്ടും അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷനൊക്കെ ലോകത്തിലെ പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റികളാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഈ മാർക്കറ്റിംഗ് സ്കില്ല്, ഡിജിറ്റൽ സ്കില്ലുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പാസ്സായ ടെസ്റ്റ് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത്. ഈ കോഴ്സുകൾക്കൊക്കെ നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ. ആ എമൗണ്ടുകളൊക്കെ കൊടുത്ത് ആ കോഴ്സുകൾ നമുക്ക് പാസ്സാവാൻ എന്തായാലും നമുക്ക് പറ്റത്തില്ല അല്ലേ. വീട്ടിലിരുന്നിട്ടൊക്കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതിൻ്റെ ഉള്ളുണ്ട്. പക്ഷെ നമുക്കിപ്പം എന്തായാലും വലിയൊരു എമൗണ്ട് മുടക്കി ആ കോഴ്സൊന്നും പാസ്സായ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കമ്പനി നമുക്ക് ഈ കോഴ്സൊക്കെ പാസ്സായവരുടെ തുല്യ പരിഗണന നൽകുന്ന രീതിയിലുള്ള ഡിജിറ്റൽ സ്കില്ലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റ് ടാസ്ക് മന്ത്രയുടെ സൈറ്റിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. അപ്പം ഏതൊരു കമ്പനിയിലേക്കും നമുക്ക് പോകണമെങ്കിൽ ആ കമ്പനി പറയുന്ന ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണോ ആ മാനദണ്ഡം നമ്മൾ പാലിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ടാസ്ക് മന്ത്രി ഇവിടെ ഒരു മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത് DSAT ഓൺലൈൻ ടെസ്റ്റാണ് എന്നും മാത്രം. അപ്പം ഇൻ്റർനെറ്റ് കമ്പനികൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻ്റർനെറ്റ് ആർബിറ്റ്. ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റാണ് DSAT. നമ്മുടെ കമ്പനി അതുമായി ടൈപ്പായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ നമുക്ക് DSAT ടെസ്റ്റ് നിർബന്ധമാണ്. അപ്പം നമുക്ക് 5 പൈസ കോഴ്സിനൊന്നും മുടക്കേണ്ടുന്ന ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് എഴുതുന്നതിൽ ആർക്കും ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് 1 ഡേ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് എഴുതാം. ആർക്കും ഒരു ടെൻഷനും വേണ്ട. ക്യാഷ് പോകുകയില്ല. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതി. ആ ക്യാഷ് നിങ്ങൾക്ക് റിട്ടേൺ ലഭ്യമാകും. അതുകൊണ്ട് ആരും ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ടെസ്റ്റ് എഴുതി കടന്നു വരുമ്പോൾ ഇവിടെ ഒരു സ്ത്രീകളുടെ കമ്മ്യൂണിറ്റിയിലേക്കാണ് വരുന്നത്. ഇവിടെ വന്ന് നിങ്ങൾക്കറിയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ബെസ്റ്റ് ഡിജിറ്റൽ പ്രൊമോട്ടറായി മാറാം. ഡിജിറ്റൽ ലീഡർഷിപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ നോളജ് നിങ്ങൾക്ക് കൂടുതലുണ്ടാകും. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെൻറ്റുകൾ നേടാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ ലൈഫ് ബെറ്ററാകും. വരുമാനവും ക്രിയേറ്റ് ചെയ്യാം.